ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് SEOനെ പറ്റിയിട്ടല്ലേ. പിന്നെ അതെങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിനുള്ളിൽ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയിലുള്ളിൽ ഇമ്പാക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇഞ്ചെക്ട് ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് ഡൊമെയിൻസ്, ഇത്രയും കാര്യങ്ങളല്ലേ നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതെവിടെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സോ മെറ്റ ടാഗിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഈ മെറ്റ ടാഗ്സിൻ്റെ ഡെപ്ത് ആയിട്ടുള്ള നോളജാണ്. സോ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇപ്പോഴും കമ്പനിയുടെ പേരും നമ്മുടെ പ്രൈമറി കീവേഡും അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ തൃശ്ശൂർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ പ്രൈമറി ആയിട്ടുള്ള കീവേഡ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ കീവേഡ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ. ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മൾ എങ്ങനെയായാലും SEO ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. മാക്സിമം എല്ലാ പ്രൊഫൈലുകളിലും ഈ ഡിസ്ക്രിപ്ഷൻ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം. സോ അതാണ് മെറ്റ ഡിസ്ക്രിപ്ഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കീവേഡ്സ് വരുന്നത്. നമ്മൾ എന്ത് അഭിപ്രായമാണ് കിട്ടേണ്ടത് നോക്കിയാൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് തൃശ്ശൂർ എന്ന് പറയുന്ന കീവേഡ് അവരടിക്കുന്ന സെൻറ്റൻസിലുണ്ടെങ്കിൽ ഇതൊരു ഷോർട്ട് ടേം കീവേഡായിട്ടാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. ഇതുണ്ടെങ്കിൽ അതെന്തായാലും അതിൽ റിഫ്ലക്റ്റ് ആവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കീവേഡ്സ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് എന്താണ് വന്നിട്ടുള്ളത്? കനോണിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ URL, അതായത് സൈറ്റിൻ്റെ ഒറിജിനൽ ഐഡൻറ്റിറ്റി എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കനോണിക്കൽ URLs എപ്പോഴും ഉപയോഗിക്കുന്നത്. പിന്നെ ഇൻഡെക്സ് ഫോളോ എന്ന് പറയുന്നത് മെറ്റ നെയിമിൽ റോബോട്ട്സ് എന്ന് പറഞ്ഞാൽ, റോബോട്ട് എന്ന് പറയുന്ന ആരാണ്? ഇവിടുത്തെ കേസിൽ ഗൂഗിളാണ് നമ്മൾ റോബോട്ട്, അല്ലെങ്കിൽ ഏത് സെർച്ച് എഞ്ചിനാണ് അത് റോബോട്ട്, അതാണ് നമ്മുടെ റോബോട്ടായിട്ട് കണക്കാക്കുന്നത്. സോ അവിടെ കണ്ടന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഫോളോ എന്ന് പറയുന്ന പറയാച്ചാൽ ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിൻ നമ്മുടെ വെബ്സൈറ്റിനെ ഫോളോ ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതവിടെ നോ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കൊടുക്കുകയോ നോ ഫോളോ എന്ന് പറഞ്ഞു കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സൈറ്റ് ലൈവ് ആവില്ല. ലൈവ് ആവും, URL അടിച്ചാൽ കിട്ടും, പക്ഷേ സെർച്ചിൽ കീവേഡ്സിനുള്ളിൽ ഈ സാധനം മാച്ചിങ് വരില്ല. ഓക്കെ, അപ്പോൾ ഈ മെറ്റ 16ാമത്തെ ലൈൻ മെറ്റ നെയിം റോബോട്ട്സ് എന്ന് പറയുന്നത് ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഓപ്പൺ ഗ്രാഫ്. ഓപ്പൺ ഗ്രാഫ് എന്ന് പറയുന്നത് പറഞ്ഞാൽ അതിൻ്റെ വേർഡ് തന്നെ ഒന്ന് ആലോചിക്കുക. ഓപ്പൺ ആയിട്ടുള്ള ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അറിവ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സാധനമാണ് നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യുന്ന സമയത്ത്, വാട്സപ്പിലോ അങ്ങനെ ഒരു ലിങ്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് ആ ലിങ്കിനൊരു ഫോട്ടോസും ഒരു ഡിസ്ക്രിപ്ഷനും അതുപോലെ ഒരു കണ്ടന്റും വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് OG എന്ന് പറയുന്ന ഈ ഓപ്പൺ ഗ്രാഫാണ്. ഇതിൽ OGയിൽ മെയിനായിട്ട് പറയാനുള്ളത് ലോക്കൽ ആണ്. അതായത് ഒന്നാമത്തെ OG ലോക്കൽ, എവിടെയാണ് ഈ സൈറ്റ് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഏത് ലാംഗ്വേജിലാണ് ഈ സൈറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് കാണിക്കാനാണ് OG ലോക്കൽ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് അവിടെ കണ്ടന്റ് എന്ന് പറയുന്നത് IN എന്ന് എഴുതിയിട്ടുള്ളത്. IN എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്, IN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ. സോ അത് മനസ്സിലായില്ലേ. രണ്ടാമത്തെ പ്രോപ്പർട്ടി. OG ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? എന്ത് ടൈപ്പാണ് സാധനം? ഇത് അപ്ലിക്കേഷൻ ആണെങ്കിൽ അപ്ലിക്കേഷൻ എന്ന് കൊടുക്കാം, വെബ്സൈറ്റ് ആണെങ്കിൽ വെബ്സൈറ്റ് എന്ന് കൊടുക്കാം. സോ ഇത് വെബ്സൈറ്റ് ആണ്. ഇനി OG ടൈറ്റിൽ എന്ന് പറയുന്നത് എന്താണ്? ദിസ് പേജ്, കമ്പനിയുടെ പേര് പ്ലസ് നമ്മുടെ പ്രൈമറി കീവേഡ്. ഇവിടെ ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെൻറ്റർ ഇൻ തൃശ്ശൂർ എന്നും കൊടുക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെൻറ്റർ ഇൻ തൃശ്ശൂർ എന്നും കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത ടൈറ്റിൽ എന്ന് പറഞ്ഞ് ടൈറ്റിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് കണ്ടന്റാണ്. ഈ കണ്ടന്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കണ്ടന്റ് എന്ന് പറയുന്നത് എല്ലായിടത്തും മാക്സിമം ഡിസ്ക്രിപ്ഷൻ കണ്ടന്റ് എല്ലാത്തിലും മാക്സിമം ഒരേപോലെ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. യൂണിറ്റി എപ്പോഴും കീപ്പ് ചെയ്യാച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ തന്നെ ഉണ്ടാവും. സോ അതാണ് അടുത്ത ഒരു കൺസ്ട്രെയിൻ. പിന്നെ അതിൻ്റെ URL എന്താണ്, പിന്നെ സൈറ്റിൻ്റെ പേരെന്താണ്, സൈറ്റിൻ്റെ നമ്മളുടെ സൈറ്റ് കാണുന്ന സമയത്ത് ഏത് ഇമേജാണ് ലോഡായി വരേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ ഒരു ഇമേജ് ലോഡായി വരുമല്ലോ, ആ ഇമേജിൻ്റെ കാര്യമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ ഇമേജിൻ്റെ ഓൾട്ട് ടെക്സ്റ്റ് എന്താണ്. ഈ ഓൾട്ട് ടെക്സ്റ്റിലൊക്കെ മാക്സിമം കീവേഡ്സ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. കോഴ്സ് സ്റ്റഡി സെൻറ്റർ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. ഇതേപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ അതേ കണ്ടൻസ് തന്നെയാണ് നമ്മൾ എന്തിൽ ഉപയോഗിക്കുന്നത്? ട്വിറ്റർ കാർഡിൽ ഉപയോഗിക്കുന്നത്. മെറ്റ എന്ന് പറയുന്ന മേലത്തെ പ്രോപ്പർട്ടീസ് മെറ്റ ടാഗ്സിൽ കൊടുത്തിട്ടുള്ളത് എല്ലാതും പ്ലെയിൻ ആയിട്ട് പോർട്രേറ്റ് വ്യൂവിൽ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. ട്വിറ്റർ എന്ന് പറയുന്നത് ലാൻഡ്സ്കേപ്പ് വ്യൂവിൽ കാണാൻ വേണ്ടിയിട്ടാണ്. സോ ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും രണ്ട് ഡിവൈസുകളല്ലേ ഉള്ളത്. നമുക്ക് ഡെസ്ക്ടോപ്സും ഉണ്ട്, ലാപ്ടോപ്സും മൊബൈൽസും ഉണ്ട്. സോ ഡെസ്ക്ടോപ്സിൽ കാണുമ്പോൾ അതിനെ കുറച്ച് വലുപ്പമായിട്ടല്ലേ കാണുന്നത്. അതിന് സഹായിക്കുന്നത് മെറ്റ ടാഗ്സ് ആണ്. മൊബൈൽ കാണുമ്പോൾ ചെറുതായിട്ട് കാണാൻ വേണ്ടി സഹായിക്കുന്നത് ട്വിറ്റർ കാർഡ്സ് ആണ്. ഇനി അടുത്തത് ഫേവ് ഐക്കൺ. ഫേവ് ഐക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ എൻ്റെ മൗസ് ഇരിക്കുന്ന കാണാനില്ലേ, അവിടെ ഹോസ്റ്റിംഗർ ഡാഷ്ബോർഡ് കാണുന്നില്ലേ, അവിടുത്തെ H എന്ന് പറയുന്ന ആ സിമ്പിളിനെ
അവിടെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് ഫേവൈക്കൺ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലോഗോ തന്നെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഫേവൈക്കൺ. സോ അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ, പിന്നെ ഉള്ള അടുത്ത ടാഗുകളാണ് സ്റ്റൈൽ. ഇതെല്ലാം നമ്മൾ ഈ വെബ്സൈറ്റിൻ്റെ സ്റ്റൈലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ജിയോ പ്ലസ് ലോക്കൽ SEO എന്ന് പറയുന്ന സാധനം, ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. നമ്മളൊരു ഗൂഗിൾ മൈ ബിസിനസ് നമ്മളൊരു പ്രൊഫൈൽ ആദ്യം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ പ്രൊഫൈലിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ ഉള്ളിൽ മസ്റ്റായി കൊടുക്കണം. നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ ഏത് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡിലാണ് കിടക്കുന്നത്, ഏത് റീജിയനാണ്, അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജിയോ ലാറ്റ് ലൊക്കേഷൻ കൊടുക്കുന്നത്. ഈ ഒരു സംഭവം ഗൂഗിളിൻ്റെ സെർച്ച് കൺസോളിൽ അതെല്ലാം നമ്മൾ അപ്കമിങ് ക്ലാസ്സുകളിൽ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അതേപോലെ ഫേസ്ബുക്ക് ഡൊമൈൻ വെരിഫിക്കേഷനും ഇതും നമ്മൾ അപ്കമിങ് ക്ലാസ്സിൽ പഠിക്കും. ഗൂഗിൾ അനലിറ്റിക്സും പഠിക്കും. ഗൂഗിൾ അനലിറ്റിക്സും നമുക്ക് അപ്കമിങ് ക്ലാസ്സിലുള്ളതാണ്. ഇവിടെ ഇനി പഠിക്കാനുള്ളത് സെർച്ച് ഡാറ്റ സ്കീമ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഡാറ്റ സ്കീമ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പെർഫെക്റ്റായി ഒരു ചാർട്ട് പോലെ ജാവാസ്ക്രിപ്റ്റിൽ ടൈപ്പ് ചെയ്തെടുത്ത് കൊടുക്കുന്നതാണ് JSON LTD എന്ന് പറയുന്നത്. നിങ്ങൾ പേടിക്കേണ്ട, ഇത് കണ്ടിട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും JSON LTD ചെയ്യാൻ വേണ്ടിയിട്ട് JSON LTD എന്ന് പറയുന്ന ഓർഗനൈസേഷൻ തന്നെ ഫ്രീ ആയിട്ട് ചെയ്ത് തരുന്നുണ്ട്. നമ്മൾ വെറുതെ വെബ്സൈറ്റിൻ്റെ പേരും അതിൻ്റെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ ഇത് ജനറേറ്റ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അതാണ് അടുത്തത്. പിന്നെയുള്ള ഒരു കണ്ടന്റാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ കാര്യങ്ങളതിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് അടുത്തത്, സ്കീമയുടെ തന്നെ. നമ്മൾ ഈ സ്കീമ ടാഗിന് എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. എല്ലാതും ഇതുപോലെ ഒന്നല്ലെങ്കിൽ ഒന്നായി നമുക്ക് ആവശ്യമുള്ള ഒരു ടാഗായിട്ടാണ് കണക്കാക്കുന്നത്. മനസ്സിലായില്ലല്ലേ? അതായത് ഓരോ ടാഗിനും ഓരോരോ ഇമ്പോർട്ടൻസ് ആണുള്ളത്. നമ്മൾ അടിയിൽ കൊടുത്തിട്ടുള്ളത് നോക്കിയാൽ ഇവിടെ കോഴ്സ് ടാഗ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. തൊട്ട് മേലെ കൊടുത്തിട്ടുള്ളത് എന്തിനാണ്? ഇതിൻ്റെ ജനറിക് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എപ്പോഴാണ് തുറക്കുക, എപ്പോഴാണ് അടയ്ക്കുക എന്നുള്ളതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ അടിയിലോ ഒരു പേജിനെ വേണ്ടിയിട്ടാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത്. പിന്നെയോ വേറൊരു പേജിനെ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ റേറ്റിങ്ങിനെ വേണ്ടിയിട്ടാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത് ഓർഗനൈസേഷൻ്റെ. പിന്നെയുള്ളത് കൊടുത്തിട്ടുള്ള FAQs ആണ് കൊടുത്തിട്ടുള്ളത്. FAQs വന്നു കഴിഞ്ഞാൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഗൂഗിളിൽ പീപ്പിൾ ഓൾസോ സെർച്ച് ഫോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിലൊരു റെഫറൻസ് ആയി നമ്മുടെ ഒരു സൈറ്റിൻ്റെ ഉള്ളിലെ കണ്ടന്റ് കൂടി കയറി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇവിടെ എന്ത് FAQ ഡാറ്റ കൊടുത്തോ അത് തന്നെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഉള്ളൊരു FAQൻ്റെ സെക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കുന്നത് നല്ലതാണ്. ശരിക്കും അങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടൈപ്പ് എന്താണ്, ക്വസ്റ്റ്യൻ എന്താണ്, അതിൻ്റെ ആൻസർ എന്താണ്, അത്ര ഇതിലുള്ളൂ. പിന്നെ ബ്രെഡ് ക്രംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈറ്റ് ലോഡ് ആവുന്ന സമയത്ത് അതിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വരുന്ന പ്രയോറിറ്റി അനുസരിച്ചിട്ട് ഓരോ പേജിനെ ലിസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടാഗ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ സൈറ്റ് മാപ്പ് .xml എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഈ ഗൂഗിൾ ഇൻഡെക്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സൈറ്റ് മാപ്പ് സ്കീമാണ്. ഇതും സൈറ്റ് മാപ്പ് സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതും ഞാൻ അപ്കമിങ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരാം. ഇപ്പം ഇത്രയും മനസ്സിലായോ? മെറ്റ ടാഗ്സ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി അടുത്ത കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനും റെലവൻസ് ഉണ്ട്. ഇത് ഗൂഗിൾ ടാഗിനെ നമ്മൾ സ്ക്രിപ്റ്റിനുള്ളിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അത് ബോഡിയിലുള്ളിലും അതേപോലെ ടാഗിനുള്ളിലും ഒരുപോലെ ആഡ് ചെയ്യണം. നമ്മൾ അനലിറ്റിക്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ അവിടെ യൂസ് ചെയ്ത അതേ കണ്ടന്റ് തന്നെയാണ് നമ്മൾ ഇവിടെ H1 ടാഗിൻ്റെ ഉള്ളിൽ H1 ടാഗ് ആയിട്ടും ഉപയോഗിക്കുന്നത്. H1 ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൈമറി ആയിട്ടുള്ള ഹെഡിങ് ടാഗ്. പ്രൈമറി ആയിട്ടുള്ള ഹെഡിങ് ടാഗ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കീവേഡ് ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. പ്രൈമറി കീവേഡ് ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി വെബ്സൈറ്റിനുള്ള ഓരോ കണ്ടന്റും കണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ ചെയ്തിട്ട് തന്നെ SEOയുടെ എല്ലാ റൂൾസും അപ്ലൈ ചെയ്ത് കീവേഡ്സിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് തന്നെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇതെല്ലാം സെർച്ച് റിസൾട്ടിൽ വരില്ല. കാണാൻ ഭംഗിയുള്ള ഒരു വെബ്സൈറ്റ് ആയാൽ മാത്രം പോരാ, സെർച്ച് ചെയ്യുമ്പോൾ അത് കിട്ടാനുള്ളൊരു ചാൻസസും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സോ എങ്ങനെ ഭംഗിയാക്കുന്നു എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എത്ര % അതിനെ വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത്. സോ രണ്ടും നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്.